வரக்கூடிய உள்ளாட்சி தேர்தலின் பாகமாக உள்ள தயாரெடுப்பில் காங்கிரஸ். இதன் பாகமாக பல்வேறு பஞ்சாயத்துகளில் இருந்து தேர்வு செய்யப்பட்ட பிரதிநிதிகளின் முகாம் மூணாறில் நடைபெற்றது. முன் எம்எல்ஏ கெமினி முகாமை துவக்கி வைத்தார். வரக்கூடிய உள்ளாட்சி தேர்தல் மற்றும் சட்டமன்ற தேர்தல்களில் வெற்றி பெறுவதற்கான செயல்பாடுகளை முன்னிறுத்திதான் தற்பொழுதுள்ள தயாரிப்பிற்கு காங்கிரஸ் முன்வைப்பது. KPCCயின் உத்தரவின் அடிப்படையில் தான் மாநிலம் முழுவதும் தலைவர்களின் செயல்பாடுகளை முன்வைத்து பயிற்சி முகாம்கள் நடத்தப்பட்டு வருவது. இதன் பாகமாக தான் தேவிகுளம் சட்டமன்றத்தில் 12 பஞ்சாயத்திலிருந்து பிரதிநிதிகள் உட்படக்கூடிய மூணாறில் ஒரு நாள் பயிற்சி முகாம் நடத்தியது. முன் எம்எல்ஏ கெமினி முகாமை துவக்கி வைத்தார். ആൾക്കാർ പാർട്ടിയിലെത്തുന്ന നല്ലതാണ്. ഈ 12 പേര് എന്നോട് ഒരു അഭിപ്രായം ഇതൊക്കെയുണ്ടെങ്കിൽ പരിശോധിക്കുക. എന്നുള്ള കാര്യമാണ് കുത്തിത്തിരിവ് പാർട്ടി കൊണ്ടിട്ടുണ്ട്. അത് നിർത്തണം. നേതാക്കളൊക്കെ പ്രഭുത്വവുമായി തമ്മിൽ അടിയുണ്ടാക്കുക. ഇതെല്ലാം നമ്മളിന്ന് മാറിയാൽ മാത്രമേ നമ്മുടെ പാർട്ടി നന്നാവുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും നന്നാവും. കാരണം ഈ പാർട്ടി അത്രയും കഷ്ടപ്പാട് വിട്ട് ഇന്ത്യയിലെ സ്വാതന്ത്ര്യം നേടിത്തന്നാണ്. മഹാത്മാജിയുടെ അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ ആദർശമൊക്കെ നമ്മളെല്ലാം സാധാരണ ജനങ്ങളെ ഗ്രാമങ്ങളിൽ ചെന്ന് കണ്ട് അവരെ ഈ നാടിനെ പറ്റിയും കോൺഗ്രസ് പറ്റിയും അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നു മഹാത്മാജിയുടെ സ്വപ്നം. അത് എത്രമാത്രം വിജയിച്ചു എന്നുള്ളത് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം. ഒരുപാട് വിജയം നമുക്ക്. കാരണം നേതാക്കളെല്ലാം നാളെ ഇറങ്ങി പ്രവർത്തിക്കുക എന്നിവിടെയുള്ള മുഖ്യമന്ത്രിമാർ നേതാക്കളൊക്കെ കാലത്തെറ്റി ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരെ നമ്മൾ ഫോട്ടോയും സഹിതമെല്ലാം കണ്ടുപിടിച്ചത്. അത് പിന്തുടർച്ചയാണ് 1989 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്ത് ആ തരത്തിൽ ഒരു സംവിധാനം ഉണ്ടാകണം, ഭരണഘടന ഉണ്ടാകണമെന്ന് പറഞ്ഞത് അന്നത്തെ നിയമം പാസ്സാക്കിയതാണ്. അതാണ് പഞ്ചായത്തിന്റെ. காங்கிரஸ் மூணார் பிளாக் தலைவர் எஸ். விஜயகுமார் தலைமை வகித்தார். அனில்குமார் முகாமில் வகுப்புகள் எடுத்தார். தலைவர்களான வி. விஸ்கரியா, ஜி. முனியாண்டி, MD அர்ஜுனன், சஜி, அப்துல் ரசீத், டி. குமார், ஜார்ஜ் தாமஸ், பவபி குரியாக்கோஸ் போன்றவர்கள் உரையாற்றினர். நியூஸ் பீரோ மூணார்.